കർത്താവിനാൽ അനുഗ്രഹീതമായ നല്ല വിശുദ്ധ പകൽക്കാലത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ വാത്സല്യ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്ക് കുഞ്ഞുങ്ങൾക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കർത്താവിനെ ആരാധിപ്പാനും സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല പകൽക്കാലം കൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്തല്ലോ, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സർവ്വവല്ലഭനാകുന്ന കർത്താവിന്റെ കൃപയാൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലം കൂടെ ഈ ഭൂമിയിൽ ക്ഷേമത്തോടെ പാർക്കുവാൻ, ആരോഗ്യത്തോടെ ജീവിക്കുവാൻ, സുഖത്തോടെ വസിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. നമ്മളെക്കാൾ ശ്രേഷ്ഠതയുള്ളവരും ലോകം മാനിക്കുന്നതായ അനേക ആളുകൾ ഈ ഭൂമിയിൽ നിന്ന് മരണത്താൽ മാറ്റപ്പെട്ടപ്പോൾ മരണമേശാതെ കഷ്ടങ്ങൾ നമ്മെ തീണ്ടാതെ വണ്ണം നമ്മെ പരിപാലിച്ച കർത്താവിന്റെ വിശ്വസ്തകൾ എത്ര വലിയതെന്ന് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വചനത്തിൽ കാണുന്ന പോലെ അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലിയും മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ ചെയ്ത അത്ഭുതങ്ങളെ ചൊല്ലിയും സ്തുതിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇന്നുവരെ കർത്താവ് ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത്, എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നാം അനുഭവിക്കുന്ന നന്മകൾക്കോ വിടുതലുകൾക്കോ നാം അതിന് അർഹരല്ല, യോഗ്യരല്ല എങ്കിലും സ്വർഗത്തിലെ ദൈവം നമ്മെ യോഗ്യരാക്കിയ കർത്താവിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലെങ്കിൽ ഇന്ന് പകൽക്കാലവും ദൈവസന്നിധിയിൽ തുടർന്നുള്ള നിമിഷങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ദൈവപാലപിടത്തിലായിരിക്കാം. ഇന്ന് പകൽ വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. മനോഹരമായ സങ്കീർത്തനത്തിന്റെ വാക്കുകൾ കർത്താവ് നമുക്ക് തന്നല്ലോ. അതിൽ നിന്നൊരു ചെറിയ ചിന്ത ഓർപ്പിച്ച് വേഗത്തിൽ ദൈവസന്നിധിപ്പാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ വായിച്ച സങ്കീർത്തനത്തിന്റെ 10-ാമത്തെ വാക്യം നമുക്ക് ദൈവസന്നിധിയിൽ ശബ്ദമുയർത്തി വായിക്കാം. 97-ാം സങ്കീർത്തനം അതിന്റെ 10-ാമത്തെ വാക്യം. യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുപ്പീൻ. അവൻ തന്റെ ഭക്തന്മാരുടെ പ്രാണനെ കാക്കുന്നു, ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുന്നു. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കാത്തവരാരും ഇവിടെ ഇല്ല. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവം നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ഒരുക്കുന്നത് എന്ന് ദൈവത്തിന്റെ വചനം പറയും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി അത് കൂടി വ്യാപരിക്കുവാൻ ദൈവം ഇടവരുത്തും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവം എങ്ങനെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ തന്റെ ഭക്തന്മാരുടെ പ്രാണനെ കാക്കുന്നു, മാത്രമല്ല ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുന്നു. ആ ആരംഭവാചകവും അവസാനത്തെ 2 വാചകവും വായിക്കുമ്പോൾ നമുക്കത് ഒത്തിരി സന്തോഷം തോന്നുന്നത്. യഹോവയെ സ്നേഹിക്കുന്നവരെ ദൈവം ഈ നിലകളിലൊക്കെ സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. അവരുടെ പ്രാണനെ സൂക്ഷിക്കുന്നു. അല്ലേലു. മാത്രമല്ല ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുന്നു. എത്ര മനോഹരമായ ഒരു അനുഭവം. പക്ഷെ ആ വാക്യത്തിനകത്ത് നാം ഉരുവിടാതിരുന്ന, ഞാൻ ആവർത്തിച്ചു പറയാതിരുന്ന ഒരു ഭാഗമുണ്ട്. യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുക്കണം. ദൈവത്തിന് സ്തോത്രം. ദോഷത്തെ വെറുത്തെങ്കിൽ മാത്രമേ ദൈവം ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി ചെയ്യുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തന പുസ്തകം വായിക്കുമ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. അപ്പൊ ദോഷത്തെ വിട്ട് ഗുണം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. മാത്രമല്ല സമാധാനകാംക്ഷിയായി നാം മുന്നോട്ട് പോകണം. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു ഭാഗത്ത് വീണ്ടും കാണുന്നു, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, എന്നാൽ നീ സദാകാലം ജീവനോടെ വസിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ ഭൂമിയിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ, ഈ ഭൂമിയിൽ നമുക്ക് പരിപാലിക്കപ്പെടണമെങ്കിൽ നമ്മൾ ദോഷത്തെ വെറുക്കുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ദോഷത്തിന് സ്ഥാനമുണ്ടാകരുത്. ദോഷത്തെ വെറുക്കാത്ത ഒരു കൂട്ടരെ കുറിച്ച് വേദപുസ്തകം പറയുന്നു. 36-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. 36-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം. ദോഷത്തെ വെറുക്കുന്നില്ല. 1-ാമത്തെ വാക്യത്തിൽ ആ 1-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. അപ്പൊ ആ പുള്ളിയെ കുറിച്ച് ഈ താഴോട്ട് വായിച്ചു വരുന്നത്. ദുഷ്ടൻ തന്റെ ഹൃദയത്തിൽ
അവന് പാപാദേശമുണ്ട്. പാപത്തിന്റെ ഒരു ആദേശം, ആ പാപത്തോടുള്ള ഒരു ആസക്തി, പാപത്തോടുള്ള ഒരു താല്പര്യം അവന്റെ ഹൃദയത്തിലുണ്ട്. അവനെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അവൻ ദോഷത്തെ എന്ത് ചെയ്യുന്നില്ല, വെറുക്കുന്നില്ല. പക്ഷേ യഹോവയെ സ്നേഹിക്കുന്നവരോട് ഒരു പ്രബോധന വാക്യം പോലെ അവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹോവയെ സ്നേഹിക്കുന്നവർ ദോഷത്തെ വെറുക്കുന്നവരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ആ ദോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. ദോഷം എന്താണെന്ന് ഞാൻ അല്പസമയം കൂടെ കഴിയുമ്പോൾ വിശദീകരിക്കാം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദോഷമുണ്ടാകാൻ പാടില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദോഷത്തെ വെറുക്കുന്നവനായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. വെറുക്കാത്ത ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് ദുഷ്ടന്റെ ജീവിതമാണ്, അല്ല ദോഷത്തെ വെറുക്കാതിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം ആരും അത്തരക്കാരല്ല. അങ്ങനെ ഒരു അനുഭവത്തിന് വേണ്ടിയല്ല ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്, അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയല്ല ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത്. ദൈവത്തിന് സ്തോത്രം. എന്താ ദോഷമെന്ന് പറയുന്നത്? അരുതാത്ത പ്രവൃത്തി, ദൈവഹിതമല്ലാത്തതായ അനുഭവങ്ങളൊക്കെ ദോഷമാണെന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനത് അല്ലെങ്കിൽ എന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നുപോയി വേഗത്തിൽ ഓർപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മൾ ദോഷം ചിന്തിക്കുന്നവരായി തീരരുത്. നമ്മുടെ ചിന്തയിൽ ദോഷങ്ങൾ വരാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. നാം ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലായ്പ്പോഴും അത് നല്ലതായിരിക്കണമെന്നില്ല. ദൈവത്തിന് സ്തോത്രം. ആരാധന 10 മണിക്ക് പ്രാർത്ഥിച്ചാരംഭിച്ചു, ആ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത സ്തുതിയോടൊക്കെ ദൈവസന്നിധിയിൽ നമ്മളൊക്കെ ആയിരിക്കുന്നു. ആരാധന 1 മണിക്ക് അവസാനിക്കുന്ന സമയത്തിനുള്ളിൽ ഇവിടെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അരുതാത്തർ ഒന്നും ചിന്തിക്കാൻ പാടില്ല എന്നുള്ളത് അത് വളരെ കരണീയമായ അല്ലെങ്കിൽ വളരെ അഭിലഷണീയമായ ഒരു കാര്യമാണ്. എങ്കിൽ തന്നെയും നാം അറിഞ്ഞോ അറിയാതെയൊക്കെ ദോഷം നമ്മുടെ ജീവിതത്തിലൂടെയൊക്കെ പോകും. ദൈവത്തിന് സ്തോത്രം. ഒരാളൊരു സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ ദോഷം ചിന്തിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരാളൊരു വാക്ക് പ്രബോധിപ്പിക്കുമ്പോൾ ആ പ്രബോധന വാക്യത്തിനകത്ത് നമുക്ക് എവിടെയെങ്കിലും ഒരു മുറിവ് ഉണ്ടായാൽ നമുക്ക് ആ സമയത്ത് ദോഷമുണ്ടാകാനിടയായിത്തീരും. അല്ലെങ്കിൽ ഒരാൾ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു കഷ്ടതയെക്കുറിച്ച് പറഞ്ഞു, ഏതെങ്കിലും ഒരു രോഗത്തെക്കുറിച്ച് പറഞ്ഞു, ഏതെങ്കിലും ഒരു പ്രയാസത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഒക്കെ പോകും, അല്ലെങ്കിൽ എന്നെ വേദനിപ്പിച്ചത് കൊണ്ടൊക്കെയാ ഇങ്ങനൊക്കെ സംഭവിച്ചത്, ഇത് എന്റെ മുമ്പിൽ എനിക്ക് കേൾക്കേണ്ടി വരാനിടയായി തീർന്നു, എങ്ങനൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരാംശം, ആ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴും ദോഷം ചിന്തിക്കാനുള്ള ഒരുപാട് സാധ്യതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴത്തെ സ്ഥിതി അതാണെങ്കിൽ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാലുള്ള സ്ഥിതി അതിനേക്കാൾ ഭയാനകമാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ പലപ്പോഴും കഴിയാതെ പോകുന്നു. നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ, അതിന്റെ മേല് നമുക്കൊരു നിയന്ത്രണം ഏറ്റെടുക്കാൻ പലപ്പോഴും കഴിയാതെ പോകും. ദൈവത്തിന് സ്തോത്രം. ദോഷം ചിന്തിക്കാനായിട്ട് പാടില്ല. ദോഷം ചിന്തിച്ചു കഴിയുമ്പോഴാണ് അത് പ്രവൃത്തി തലത്തിലേക്ക് വരുന്നത്. ആദ്യം ചിന്തയാണ് മനസ്സിൽ വരുന്നത്, ആ ഒരു വിചാരമാണ് മനസ്സിൽ വരുന്നത്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നാം കർത്താവിനെ സ്നേഹിച്ച്, കർത്താവിനെ ആരാധിച്ച്, കർത്താവിനെ ഭയപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ യാതൊരു നിലകളിലും ഒരു ദോഷ പ്രവണത നമ്മുടെ ജീവിതത്തിൽ കടന്നു കയറരുത്. ഒരു ദോഷം ചിന്തിക്കുന്ന ഒരനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകരുത്. ദൈവത്തിന് സ്തോത്രം. അതിനുള്ളൊരു പ്രേരണയ്ക്ക് പോലും നമ്മൾ ഒരു അവസരം കൊടുക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യൻ ആവശ്യങ്ങൾ ഉള്ളവനാണ്. എന്നാൽ ചിലപ്പോൾ ഈ ആവശ്യങ്ങൾ അത്യാഗ്രഹമായി മാറുമ്പോഴാണ് പലപ്പോഴും പല ദോഷങ്ങൾ ചെയ്യാൻ മനുഷ്യൻ പ്രേരിപ്പിക്കപ്പെടുന്നത്. ഞാൻ പറഞ്ഞ വാക്ക് ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കാം. മനുഷ്യൻ ആവശ്യങ്ങളുള്ളവനാ. എല്ലാവർക്കും ആവശ്യമുണ്ട്. ഇവിടെ ആവശ്യങ്ങൾ തികഞ്ഞവരായിട്ടുള്ളവരാരുമില്ല. ഏറ്റവും പ്രായം കൂടിയതായ ആ വ്യക്തി മുതൽ ഏറ്റവും പ്രായം കുറഞ്ഞതായ ഒരു കുഞ്ഞു വരെ, ഒരുപക്ഷെ സംസാരിപ്പാൻ അതിന് കഴിയത്തില്ല. സംസാരിപ്പാൻ കഴിവുള്ള ഒരു കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാൽ അതിന് ആവശ്യം വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ ശ്വാസത്തിൽ പറയാൻ കഴിയത്തില്ലെങ്കിലും അതിന്റെ ആവശ്യങ്ങളൊക്കെ അതിന് പറയാൻ കഴിയും. അങ്ങനെ ഏത് പ്രായത്തിന്റെ ഘട്ടത്തിലും ഉള്ളവരോടൊക്കെ ചോദിച്ചാൽ അവരുടെ ആവശ്യങ്ങൾ അവർക്ക് പറയാൻ കഴിയും. എന്നാൽ ആവശ്യങ്ങൾ നല്ലതാണ്. എന്നാൽ ഈ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളായി അല്ലവ അത്യാഗ്രഹങ്ങളായി മാറുമ്പോഴാണ്, ഒരു അമിത ആഗ്രഹത്തിന്റെ നിലവാരത്തിലേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും ദോഷം ചെയ്യാൻ നമ്മൾ നിർബന്ധിക്കപ്പെടുന്നത്, നാം പ്രേരിപ്പിക്കപ്പെടുന്നത്. വചനത്തിലൂടെ ഞാൻ അത് തെളിയിച്ചു തരാം. സാമ്പത്തിക നന്മ നമുക്കൊക്കെ ആവശ്യമാണ്. സാമ്പത്തിക അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണെന്നുള്ളത് സ്വർഗ
സ്വർഗത്തിലെ ദൈവം അറിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ അത് ഒരു അമിത ആവേശത്തിലേക്ക് നമ്മെ നടത്തുമ്പോൾ, ഒരു അത്യാഗ്രഹത്തിലേക്ക് നമ്മെ നടത്തുമ്പോഴാണ് പ്രമാണം മറന്നും എന്തും ചെയ്യാൻ എന്തും പ്രവർത്തിക്കാൻ ആരെന്ന് നോക്കാതെ, നാം ആരെന്ന് നോക്കാതെ, മറ്റൊരു വ്യക്തി ആരെന്ന് നോക്കാതെ, ഞാൻ ഈ ചിന്തിക്കുന്നത് എനിക്ക് ഭൂഷണമാണോ അല്ലെങ്കിൽ ഒരു ദൈവവൈതലിന് ഭൂഷണമാണോ, ദൈവവചന പ്രകാരം അത് ശരിയാണോ എന്നൊന്നും നോക്കാതെ ഒരു നിമിഷം മനസ്സ് കുരുടായി പോകുക. അമിതയാവേശം, അമിത ആഗ്രഹം മനസ്സിലേക്ക് കടന്നു കയറി കഴിയുമ്പോൾ മനുഷ്യന്റെ കണ്ണങ്ങ് മൗനമാകുക, അല്ലെങ്കിൽ അവന്റെ അകക്കണ്ണങ്ങ് പ്രകാശിച്ചു കൊണ്ടിരുന്നത് കുരുടായി തീരുക. എന്നിട്ട് എന്തും ചെയ്യാൻ അവൻ തയ്യാറാകും. അതിന് ഞാൻ തെളിവായി ഒരു വാക്യം ദൈവമക്കളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 4 മുതലുള്ള വേദഭാഗം വേഗത്തിൽ ഒരാൾ വായിച്ചാട്ടെ. 3-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിച്ചു. അപ്പൊ ശ്രദ്ധിക്കണമേ. അല്ലെങ്കിൽ 12 കൂട്ടത്തിൽ ഇസ്കരിയോത്ത യൂദായുടെ ഉള്ളിൽ സാത്താൻ, ഇവനെ കർത്താവ് തെരഞ്ഞെടുത്തതല്ലേ, 12 പേരിൽ ഉൾപ്പെട്ടതല്ലേ ഈ ശിഷ്യനും. കർത്താവിന് ഏതോ അബദ്ധം പറ്റി തെരഞ്ഞെടുത്തതല്ല. ആള് തികയ്ക്കാൻ വേണ്ടി, ആ കോറം തികയ്ക്കാൻ വേണ്ടി ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് തിരഞ്ഞെടുത്തതല്ല. സുവിശേഷങ്ങൾ മാറി മാറി വായിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോസ്തലന്മാരുടെ പേരുകൾ വായിക്കുമ്പോൾ 11 കാണുന്നത്, 12 കാണുന്നുണ്ട്. 11 തിരഞ്ഞെടുത്തിട്ട് ഒരാളുടെ കുറവ് ഫില്ല് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ 11 പേരെ മതി, എന്നാൽ ഒന്നുകൂടി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് 12-ാമതൊരാളെ തിരഞ്ഞെടുത്തതല്ല. കർത്താവ് തിരഞ്ഞെടുത്തവനായി ഇവൻ. എന്നാൽ പത്രോസ് ഒഴിച്ച്, പത്രോസിന്റെ ജീവിതത്തിൽ പിശാചിന്റെ ഒരു ചെറിയ പ്രവർത്തനം ഉണ്ടായി എന്നുള്ളത് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അതൊഴിച്ച് ബാക്കിയുള്ള ശിഷ്യന്മാരുടെ ഒന്നും ഉള്ളത്തിൽ സാത്താൻ കയറിയില്ല. ഇവന്റെ ഉള്ളിൽ മാത്രമാണ് സാത്താൻ കയറിയത്. ദൈവമക്കളെ, നമ്മൾ ശ്രദ്ധിക്കണം. കർത്താവിന്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തതിനെ കുറിച്ച് വേദപുസ്തകം പറയുന്നു, തന്നോടുകൂടി ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അവൻ 12 നിയമിച്ചു. അപ്പൊ തന്നോടുകൂടെ ഇരിക്കാനായി ദൈവം തിരഞ്ഞെടുത്ത ഈ വ്യക്തിയുടെ ഉള്ളിൽ ആര് കയറി? പിശാച് കയറി, അല്ലെങ്കിൽ സാത്താൻ കയറി. അത് കയറി കഴിഞ്ഞപ്പോഴാണ് അരുതാത്തത് പലതും ചെയ്യാൻ, അരുതാത്തതിന് അവന്റെ കരം ചലിക്കാൻ, അവന്റെ നാവ് ചലിക്കാൻ, അവന്റെ കാല് ചലിക്കാൻ ഇടയായി. ദൈവത്തിന് സ്തോത്രം. ദോഷം ചെയ്യാൻ അവരുടെ കാലുകൾ ബന്ധപ്പെടുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ഒരു ദോഷപ്രവണതയ്ക്ക് വേണ്ടി അവന്റെ ഹൃദയം ചായാൻ കാരണം പിശാച് അവനിൽ കടന്നതുകൊണ്ട്, സാത്താൻ അവനിൽ കടന്നതുകൊണ്ട്. എന്താ സാത്താൻ കടക്കാൻ കാരണം? ഏതു വിധേനയും 10 പൈസ ഉണ്ടാക്കണമെന്നുള്ള ഒരു വലിയ ചിന്ത അവന്റെ മനസ്സിൽ കയറിയതുകൊണ്ട്. എനിക്ക് പണമുണ്ടാക്കണം, എനിക്ക് കാശുണ്ടാക്കണം. ദൈവമക്കളെ, കർത്താവിന്റെ കൂടെ ഈ ശിഷ്യന്മാർ ജീവിച്ച ആ 3.5 വർഷം ഫ്രീ ആയിട്ടുള്ള ആഹാരമാ, ഫ്രീ ആയിട്ടുള്ള താമസമാ, ഫ്രീ ആയിട്ടുള്ള ട്രീറ്റ്മെന്റാ. നിങ്ങൾ യോജിക്കുമെന്ന് ഞാൻ ചിന്തിക്കുക. ഒന്നിനും ഒരു മുട്ട് ആർക്കും ഉണ്ടായില്ല. ആരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു നേരത്തെ ആഹാരത്തിന് ശിഷ്യന്മാർക്കുള്ള വക തേടേണ്ട ഒരു കാര്യമുണ്ടായില്ല. അങ്ങനെയെങ്കിൽ കർത്താവിനോട് കൂടെ ഇരുന്നതായ ഈ കാലയളവിൽ ഒരു അമിത ആവേശത്തിനുള്ള യാതൊരു സാധ്യതയുമില്ലായിരുന്നെങ്കിലും ഇവന്റെ ഉള്ളത്തിലെ പണ്ടെങ്ങോ ഉള്ളതായ ഒരു ചെറിയ ചിന്ത, അത് സമയം കണ്ടപ്പോൾ അത് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരാനായിട്ടിടയായി. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, ഞാനിത് പറയുമ്പോ യൂദാ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ കർത്താവ് എങ്ങനെ മരിക്കുന്നത് എന്നൊരു ഇടുങ്ങിയ ചിന്താഗതി നമുക്ക് മനസ്സിലൂടെ വരരുത്. യൂദാ കർത്താവിനെ കാണിച്ചു കൊടുക്കുമെന്ന് പ്രവചന പുസ്തകങ്ങളിൽ ആ നിലയിൽ ഒരു വാക്യം പേരോടുകൂടിയില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ കാണിച്ചു കൊടുക്കുന്ന വിഷയങ്ങളെക്കുറിച്ചോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ പറയുന്നു എങ്കിൽ തന്നെയും അല്ലെ 12 ഒരുവനായ യൂദാ കാണിച്ചു കൊടുക്കുമെന്ന ഒരു പ്രവചന ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി അത് അതിന്റെ നിലകളിൽ നടന്നുകൊള്ളും. പക്ഷേ ഹല്ലേലൂയ, കർത്താവ് പറഞ്ഞ പോലെ മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്നവനോ അയ്യോ കഷ്ടം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ സാത്താൻ അവന്റെ ഉള്ളിലേക്ക് കടന്നു. എന്നിട്ട് തുടർന്നുള്ള അവന്റെ ആ ചലനങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. വേഗത്തിൽ ഒന്ന് വായിച്ചു വിട്ടാണ്.
അപ്പൊ ഈ ഭാഗം വായിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് അവന്റെ ജീവിതത്തിൽ നടന്നത്. ഈ സാത്താൻ അവന്റെ ഉള്ളത്തിൽ കടന്നു. ദോഷം ചെയ്യാൻ അവൻ പ്രേരിതനായപ്പോൾ അരുതാത്തത് സംസാരിക്കാൻ അവന്റെ നാവ് വിട്ടുകൊടുത്തു. അരുതാത്തത് വാങ്ങുവാൻ അവന്റെ കരം നീങ്ങി. അരുതാത്ത ഇടത്തേക്ക് പോകാൻ അവന്റെ കാലുകൾ ബന്ധപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്വയ ക്രമീകരണത്തിന് വേണ്ടിയൊക്കെ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയാറുണ്ട്, കർത്താവേ, എന്റെ അധരദ്വാരം ഒന്ന് കാവൽ നിർത്തണമേ, എന്റെ കൈകളെ ഒന്ന് സൂക്ഷിപ്പാൻ, എന്റെ കാലുകളെ ഒന്ന് സൂക്ഷിപ്പാൻ ദൈവം എനിക്ക് കൃപ തരണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവമക്കളെ, പ്രാർത്ഥന ശരിയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഓർത്തുകൊള്ളേണം, ഒരരുതാത്ത പ്രവർത്തിക്ക് വേണ്ടി, കുറിവാക്യം മറക്കരുത്, ദോഷം ചെയ്യാനുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കയറരുത്. ദോഷം പ്രവർത്തിക്കാനുള്ള ഒരു അനുഭവത്തിലേക്ക് അത് നമ്മെ വഴി നടത്താനിടയായി തീരരുത്. ആദ്യം ഈ ചിന്തയാണ് അവന്റെ മനസ്സിൽ കയറിയത്, ഒരു വിചാരമാണ് അവന്റെ മനസ്സിൽ കയറിയത്. ഗുരുവിനെ ഒതുക്കാൻ അവൻ തയ്യാറായില്ല, ഗുരുവിനെ കൊല്ലുവാൻ അവൻ തയ്യാറായില്ല. പക്ഷേ അതിന്റെ ഒരു ആരംഭ നടപടി എന്നുള്ള നിലയിൽ ഈ ഒരു ചിന്ത, ഈ ഒരു വിചാരം അവന്റെ മനസ്സിലൂടെ കടന്നു പോകാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വായിച്ച വാക്യത്തിൽ നാം ഇങ്ങനെ ശ്രദ്ധിച്ചു, ദോഷത്തെ വെറുക്കണം. ആകാത്ത ഒരു ചിന്തകൾക്ക് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാകരുത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപ പ്രാപിച്ച് കർത്താവിന്റെ വരവിനെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവ പൈതലെ, അരുതാത്തതായ ഒരു ചിന്ത നിന്റെ മനസ്സിലൂടെ കടന്നു കയറരുത്. അത് മനസ്സിൽ കടന്നു കയറിയാൽ ഹല്ലേലൂയ, നിന്റേതായ നാവ് അതിനുവേണ്ടി ഹല്ലേലൂയ വിട്ടുകൊടുക്കേണ്ടി വരും. നിന്റെ കാലുകൾ അതിനുവേണ്ടി ചലിക്കേണ്ടി വരും. നിന്റേതായ കരങ്ങൾ അതിനുവേണ്ടി ചലിക്കേണ്ടി വരും. ദൈവത്തിന് സ്തോത്രം. ഈ കാര്യങ്ങളെല്ലാം സംഭവിച്ചു. മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു, നടന്നുപോയി, കാലുകൾ വിട്ടുകൊടുത്തു. അവരുടെ അടുക്കൽ ചെന്ന് സംസാരിച്ചു, അവന്റെ നാവ് വിട്ടുകൊടുത്തു. അവർ പറഞ്ഞതനുസരിച്ച് അവർ ആ പണം തൂക്കിക്കൊടുത്തു. ആ കരങ്ങൾ അതിനുവേണ്ടി നീങ്ങി. അതിനുവേണ്ടി അവൻ തക്കം പാർത്ത് നടക്കുക. ഹല്ലേലൂയ. ഈ യൂദായുടെ ജീവിതത്തിൽ നമുക്കൊരു നിമിഷം അവനോട് ചോദിക്കുക, നീ എന്താ രഹസ്യത്തിൽ ഇങ്ങനെ നടക്കുന്നത്? ഇന്നലകളില്ലാത്ത ഒരു ആത്മാർത്ഥത ഇന്ന് കാണുന്നുണ്ടല്ലോ, ഇന്നലകളില്ലാത്തതായ ഒരു നിലവാരം കാണുന്നല്ലോ. അവന്റെ ഒക്കെ ചിന്ത ഇതാണ്. കർത്താവ് ഹല്ലേലൂയ, കർത്താവിനോട് ഒരുമിച്ചായിരിക്കുമ്പോൾ അവൻ കർത്താവിനോട് ചോദിക്കും, കർത്താവ്, ഇന്ന് ഉച്ച കഴിഞ്ഞത്തെ പ്രോഗ്രാം എന്തുവാ? കർത്താവ് പറയും. ആ പ്രോഗ്രാമിൽ സംബന്ധിക്കുമ്പോൾ ചോദിക്കും, ഇന്ന് വൈകിട്ടത്തെ പ്രോഗ്രാം എന്താ? അല്ലെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പോൾ ചോദിക്കും, നാളത്തെ പ്രോഗ്രാം എന്താ? ഒരുപക്ഷെ കർത്താവിന് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരത്തില്ലെങ്കിലും ശിഷ്യന്മാർ ചോദിക്കും, എടാ, ഇന്നലകളിലില്ലാത്ത ഒരാത്മാർത്ഥത ഇവന്റെ മനസ്സിൽ വരുന്നു. നാളെ എവിടെയൊക്കെയാ നമുക്ക് പ്രോഗ്രാം ഉള്ളത്? ഈ പ്രോഗ്രാം അന്വേഷിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഗുണത്തിന് വേണ്ടിയല്ല, കാണിച്ചു കൊടുക്കാൻ തക്കം നോക്കുകയാ. ആളുകൾ കുറഞ്ഞ സ്ഥലം നോക്കി ഒരുപക്ഷെ കർത്താവിൽ നിന്ന് അത്ഭുതങ്ങളോ അടയാളങ്ങളോ പ്രാപിച്ച ഒരു ജനസമൂഹത്തിന്റെ നടുവിൽ കർത്താവ് നിൽക്കുമ്പോൾ കർത്താവിനെ ഒന്നും ചെയ്യാനും അവനെ പിടിച്ചു കൊടുക്കാനോ ഒന്നിനും കഴിയാതിരിക്കുന്ന ഒരു അവസ്ഥ വരുമെന്നുള്ളത് നന്നായി അറിയാവുന്നത് കൊണ്ട് ആളൊഴിഞ്ഞ ഒരു സമയത്തിനു വേണ്ടി അവൻ തക്കം പാർക്കുകയാണ്. ഇന്നലെ വരെ കർത്താവിന്റെ കൂടെ നടന്നവൻ ഇന്ന് അവന്റെ ശ്രദ്ധ പോയത് നോക്കണമേ, അവന്റെ ചിന്ത പോയത് നോക്കണമേ, അവന്റെ വിചാരം പോയത് നോക്കണമേ. അവന്റെ ഒറ്റ ആഗ്രഹം ഇങ്ങനെയുള്ളൂ, എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നതായ പണത്തോടൊരു നീതി പുലർത്തണം. എന്റെ കയ്യിൽ ലഭിച്ചതായ എനിക്ക് തന്ന പണം തന്നവരോട് എനിക്കൊരു നീതി പുലർത്തണം. യൂദയെ, നിന്നെ തെരഞ്ഞെടുത്ത കർത്താവിനോട് നിനക്ക് നീതി പുലർത്തണ്ടേ? നിന്നെ വിളിച്ചു വേർതിരിച്ചതായ ആ കർത്താവിനോട് നിനക്ക് നീതി പുലർത്തണ്ടേ? 3.5 വർഷക്കാലം നിന്നെ പോറ്റി പുലർത്തിയ ആ കർത്താവിനോട് നീതി പുലർത്തണ്ടേ? ഒരു നൈമിഷിക നിമിഷത്തിനു വേണ്ടി, ഒരു 30 വെള്ളിക്കാശിനു വേണ്ടി ഗുരുവിനെ ഒറ്റിക്കൊടുക്കാൻ തക്കവണ്ണം പിശാച് നിന്റെ ഹൃദയത്തെ കവർന്നത് ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ദോഷം ചെയ്യാനുള്ള ആ പ്രവണതയ്ക്ക് ഹല്ലേലൂയ, അത് ഹല്ലേലൂയ, ആ ഒരു ചിന്ത നിന്റെ മനസ്സിൽ വന്നത് കൊണ്ടല്ലേ ഇന്ന് പകൽക്കാലം ഒടുവിൽ ഞാൻ അവിടെ നമുക്ക് ആ ഭാഗം അറിയാം. ഇതൊക്കെ സംഭവിച്ച ശേഷം മഹാപുരോഹിതന്മാരുടെ അടുക്കൽ പണവുമായി ചെന്നിട്ട് അനുതപിച്ചു. അനുതാപമോ അല്ലെങ്കിൽ ഒരു ഏറ്റുപറച്ചിലോ ഒരു കരച്ചിലോ ഉണ്ടായിട്ട് കാര്യമില്ല. അവർ പറഞ്ഞു, ഞങ്ങളുടെ കാര്യം കഴിഞ്ഞു, നമ്മൾ തമ്മിലുള്ള എഗ്രിമെന്റ് കഴിഞ്ഞു, ഇനി നിന്റെ കാര്യം നീ നോക്കിക്കൊള്ളണം. അവൻ ആ പണം കൊണ്ട് പ്രവചന പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ഹല്ലേലൂയ, അവൻ ആലയത്തിലേക്ക് കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞിട്ട് അവൻ കെട്ടിഞ്ഞാന്ന് ചത്തു. അവൻ തലകീഴായി വീണു. അവന്റെ കുടലെല്ലാം നശിച്ചുപോയി എന്ന് പറയത്തക്ക അളവിൽ ആ ഒരു ദാരുണമായ ഒരു അന്ത്യം നമുക്ക് കാണാനായി കഴിയുന്നു. ദോഷത്തെ വെറുക്കാൻ പറയുന്നതിന്റെ ആ ഒരു ഗൗരവമേറിയ മുന്നറിയിപ്പ് മറക്കരുത്. അതിന്റെ പിന്നിൽ ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടാകും, ഒത്തിരി ദുരിതങ്ങൾ ഉണ്ടാകും, ഒരുപാട് ക്ലേശങ്ങൾ ഉണ്ടാകും. പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദുഷ്ടവിചാരങ്ങൾ മനുഷ്യന്റെ ഉള്ളത്തിലേക്ക് കയറുന്നത് കൊണ്ട് അത് വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ദൈവകൃപയിൽ അല്ലെങ്കിൽ ദൈവത്തോടുള്ള ബന്ധം അറ്റുപോയ വിശ്വാസിയുടെ
വ്യക്തിയുടെ ഉള്ളിലും ഈ ദോഷം ചെയ്യാനുള്ളതായ പിശാച് കയറും. അല്ലെങ്കിൽ ഏത് നിലയിലും ദാരുണമായ ഒരവസ്ഥയിലേക്ക് ജീവിതത്തെ കൊണ്ടെത്തിക്കുന്ന നിലയിൽ മോശ പ്രവർത്തികൾക്കും മോശ പരിപാടികൾക്കും ഒക്കെ വഴിപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് ജീവിതം തകർന്നു പോകാൻ കാരണം ഈ ദോഷം ചെയ്യാനുള്ളതായ ചിന്തകൾ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വചനത്തിലെ മുന്നറിയിപ്പ് നമുക്കൊന്ന് ഏറ്റെടുക്കാം. ദോഷം ഹല്ലേലൂയ ചിന്തിക്കാതെ നമ്മളെ തന്നെ ഒന്ന് സൂക്ഷിക്കാൻ, ദോഷം വെറുക്കുന്ന ഒരു മനോഭാവം കർത്താവെ എനിക്ക് തരണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തരുന്നതായ അവസരങ്ങൾ ദോഷത്തെ വെറുക്കാനുള്ളൊരു കൃപ. ഒരു ചിന്തകൾ വരരുത്. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും, ഈ ചിന്ത വന്നാൽ എന്താ കുഴപ്പം, ആരും അറിയുന്നില്ലല്ലോ, ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ. പ്രിയരെ, ആ ചിന്ത വലിയ താമസമില്ലാതെ അത് അതിൻ്റെ പാപപ്രവൃത്തിയിലേക്ക് തീരും. അല്ലെങ്കിൽ യാക്കോബിന്റെ ലേഖനത്തിലെ വാക്യം മറക്കരുത്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഹല്ലേലൂയ. ഈ മോഹം ഉള്ളത്തിൽ അത് ചിന്തയായി ഗർഭം ധരിച്ചെങ്കിൽ ചില ദിവസങ്ങളോ മാസങ്ങളോ കഴിയുമ്പോൾ ഒരുപക്ഷെ അതൊരു പാപമായി പുറത്തു വരും. ഹല്ലേലൂയ. പല കൊലയാളികളെയും കുറ്റവാളികളെയും ഒക്കെ വിസ്തരിക്കുമ്പോൾ അവരോട് അതിന്റെ ആ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് എത്ര വർഷങ്ങളിലെ ഗൂഢാലോചനയാണെന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് വളരെ വർഷങ്ങൾ കൊണ്ടുള്ള ഗൂഢാലോചനയാണ്. പല പ്രാവശ്യം അതിന് ട്രയൽ എടുത്ത് പല നിലകളിൽ കൂടെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചാണ് ആ കാര്യങ്ങൾ ചെയ്തു വരുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ ഓർപ്പിക്കട്ടെ, ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതായ ഒരു ദോഷപ്രവൃത്തിയല്ല, പല ദിവസങ്ങൾ കൊണ്ട് ആലോചിച്ച് ചിന്തിച്ച് ദോഷം ചെയ്യാനുള്ളൊരു നിലകളിലേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കളെ, ദോഷത്തെ വെറുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്, ദോഷം ചിന്തിക്കരുത്. രണ്ടാമത്തെ ചിന്തയിലേക്ക് വേഗത്തിൽ പോവുകയാണ്. ദോഷം ചിന്തിക്കുക മാത്രമല്ല, ദോഷം പ്രവർത്തിക്കരുത്. ദോഷം പ്രവർത്തിക്കരുത്. ഒരു മനുഷ്യനെ നമുക്ക് നന്നാക്കാൻ പറ്റുമെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കണം. നമ്മുടെ സമയമോ നമുക്ക് ദൈവം തന്ന സാവകാശങ്ങളോ നമുക്ക് തന്നതായ അനുഭവങ്ങളോ നന്മകളോ ഒക്കെ ഒരു പരിധിവരെ അതിനുവേണ്ടി വിനിയോഗിക്കേണ്ടി വന്നാലും ഒരു മനുഷ്യനെ നന്നാക്കുവാൻ, ഒരു മനുഷ്യനെ നേരെയാക്കാൻ, ഒരാളെ ദൈവകൃപയിലേക്ക് കൊണ്ടുവരാൻ, ദൈവകൃപയിൽ വന്ന ഒരുവനെ നിലനിർത്താൻ, ഹല്ലേലൂയ, നമ്മെയും ദൈവം നമുക്ക് തന്നതിനെയും വിനിയോഗിപ്പാൻ നമുക്ക് കഴിയണം. പക്ഷേ ഒരു മനുഷ്യനെ തകർക്കാൻ, നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി, നമ്മുടെ ഇംഗിതം സാധിക്കുന്നതിനു വേണ്ടി, നമ്മുടെ ഇഷ്ടം നടക്കുന്നതിനു വേണ്ടി ഒരാളെ തകർക്കാൻ, അതിനുവേണ്ടി എന്തും ചെയ്യുവാൻ ഗൂഢതന്ത്രങ്ങളും ഗൂഢ ആലോചനകളും നമ്മൾ ചെയ്യുമ്പോൾ ഓർത്തുകൊള്ളണം, അത് വിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും ദൈവത്തിന് പ്രിയനാണെങ്കിലും സ്വർഗം അതുവരെ കൂടെ ഇരുന്നെങ്കിലും ഇങ്ങനെ ഒരു പ്രവർത്തിക്ക് വേണ്ടി ഞാനും നിങ്ങളും നീങ്ങുന്നു എന്ന് കാണുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് എതിരായി മാറും. ദൈവത്തിന് സ്തോത്രം. അതിന്റെ ഒരു ചിന്തയ്ക്ക് അല്ല വിശദാംശത്തിന് വേണ്ടി ഞാനൊരു ഭാഗം ഓർപ്പിക്കാം. 2 ശമൂവേലിന്റെ പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നിർത്തി വായിക്കണം. 2 ശമൂവേൽ 11-ാം അധ്യായം 14 മുതലുള്ള വാക്യം. രാവിലെ ദാവീദ് യോവാബിനൊരു എഴുത്തെഴുതി. ക്ഷേമം അറിയാൻ വേണ്ടിയാ എഴുതിയെന്ന് നമുക്ക് തോന്നും. അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ വലിയ കുഴപ്പമില്ല. പക്ഷേ അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് ഇച്ചിരി ഗുരുതരമായ വിഷയമാണ്. എന്താ നമുക്ക് നോക്കാം. എന്താ എഴുത്തിനകത്ത് വായിച്ചാൽ അത് കൊടുത്തയക്കുന്നത് അതിനെക്കാട്ടിൽ കഷ്ടം തോന്നും. ആർക്കു വേണ്ടിയാണോ ഇത് കൊടുത്തയക്കുന്നത് അവന്റെ കയ്യിൽ ഇതെന്ത് ചെയ്യുന്നത്, കൊടുത്തയക്കുന്നത്. ഇനി വായിച്ചാട്ട്. പടകഠിനമായിരിക്കുന്ന ഇടത്ത് ഊരിയാവിനെ മുന്നണിയിൽ നിർത്തി അവൻ വെട്ടുകൊണ്ട് മരിക്കേണ്ടതിന് അടുത്തതോ അടുത്തത് മതി. സംഭവം നമുക്ക് വേദപുസ്തക പരിജ്ഞാനമുള്ളവർക്കറിയാം. ഈ ഊരിയാവിന്റെ ഭാര്യയായ ബത്ശേബയെ തനിക്ക് ഭാര്യയായി ലഭിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹം, ആ ഒരു ആഗ്രഹം സാധിക്കുന്നതിനു വേണ്ടി താൻ മെനഞ്ഞുണ്ടാക്കിയ ഒരു തന്ത്രം. ഒരുപക്ഷെ താനും യോവാബും അല്ലാതെ
ഭൂമിയിൽ ആരും അറിയയില്ല എന്നുള്ള ആ ഒരു വലിയ ചിന്താഗതിയോടുകൂടിയാണ് അവൻ ആ കാര്യത്തിന് വേണ്ടി നീങ്ങിയത്. ഈ യോവാബുമായിട്ടുള്ള അടുപ്പമെന്ന് പറയുന്ന അത്ര വലിയ അടുപ്പമായി. ഇവർ തമ്മിൽ ഭയങ്കര കൂട്ടാണ്. അവർ രണ്ടുപേരും കൂടെ കൂടിയാൽ എന്തും ചെയ്യാൻ അവർ ഒരുങ്ങും. ദൈവത്തിന് സ്തോത്രം. ആ ഒരു നീക്കത്തിലാണ് വളരെ രഹസ്യമായി ആരും അറിയാതെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന വേളകളിൽ ഈ ഒരു കത്ത് കൊടുത്തയച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അന്ന് കത്താണ്, ഇന്ന് പിന്നെ കത്തില്ല. ഇന്ന് പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. ഹല്ലേലൂയ. ഇന്ന് വേണമെങ്കിൽ ഫോൺ വേണമെങ്കിൽ വിളിക്കും. ഒരു പ്രാർത്ഥനയ്ക്ക് പോയില്ലെങ്കിലും, ഒരു ആരാധനയ്ക്ക് പോയില്ലെങ്കിലും, ഒരാൾ രോഗിയായി കിടന്നാൽ പോയില്ലെങ്കിലും, ഇങ്ങനെ ഒരു കാര്യത്തിനു വേണ്ടി പണം മുടക്കാനും ആ നിലയിൽ പോകാനും ഒക്കെ മനുഷ്യൻ താല്പര്യപ്പെടുന്ന ഒരു കാലയളവിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ഊര്യാവിനോടുള്ള ബന്ധത്തിൽ ഈ ദാവീദിന് ഈ ഒരു ആഗ്രഹം മനസ്സിൽ കയറിയപ്പോൾ ഇരുചെവി അറിയാതെ, ആരും അറിയാതെ കാര്യങ്ങൾ അത് ഒതുക്കത്തിൽ ക്ലോസ് ചെയ്യാനുള്ള ഒരു താല്പര്യത്തോടു കൂടിയുള്ള ഒരു നീക്കമാണ്, ഒരു പ്രവൃത്തിയാണ് ഇവിടെ ദാവീദ് ചെയ്തത്. നമ്മുടെ കുറിവാക്യം മറക്കരുത്, ദോഷത്തെ വെറുക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അവന്റെ ജീവിതത്തിൽ അവൻ ദോഷം ചിന്തിക്കുക മാത്രമല്ല, ഹല്ലേലൂയ, അത് പ്രവർത്തിക്കാനായിട്ട് അവന്റെ ജീവിതം തയ്യാറായി. രക്ഷിക്കപ്പെട്ട, ദൈവകൃപ പ്രാപിച്ച, ദൈവത്തിന്റെ പെട്ടകം കണ്ടാൽ അടങ്ങിയിരിക്കാത്ത അങ്ങനെ അനുഭവങ്ങളൊക്കെ അവന്റെ ജീവിതത്തിലുള്ളപ്പോഴും ഒരു നിമിഷം പിശാച് അവന്റെ ഹൃദയത്തെ മറിച്ചു കളയുകയാണ്. ഒരു നിമിഷം പിശാച് അവന്റെ ഹൃദയത്തെ വീഴിച്ചു കളയുകയാണ്. അവന്റെ ഉള്ളത്തിൽ സാത്താൻ കയറി എന്ന് വാക്കുകളാൽ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഒരാത്മീകനെ മറിച്ചു കളയാൻ പിശാച് ഏത് നിമിഷവും അവന്റെ ഉള്ളത്തിൽ കയറും. അവന്റെ ജീവിതത്തിൽ ഒരു അശുദ്ധി കടന്നു വരാൻ, അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രമാണത്തിനെതിരായി ഒരു നീക്കം നടത്തുവാൻ അവന്റെ ഉള്ളിൽ ഒരു വലിയ ഒരു സംഘർഷാവസ്ഥ നടക്കുകയാണ്. ആ നിലയിൽ യോവാബിന് കത്ത് കിട്ടി. യോവാബിന് കത്തിന്റെ പൊരുൾ മനസ്സിലായില്ലെങ്കിലും യോവാബ് തന്റെ യജമാനൻ പറഞ്ഞ ആ വാക്കത് അതുപോലെ അനുസരിച്ചു. ഒരുപക്ഷെ യോവാബ് അതിനകത്ത് കുറ്റക്കാരനെന്ന് പറയാൻ കഴിയുകയില്ല. രാജാവ് ആജ്ഞയിട്ടാൽ, രാജാവ് ഓർഡർ ഇട്ടാൽ അത് പ്രജകൾക്കാണെങ്കിലും സേനാനായകന്മാർക്കാണെങ്കിലും അത് അനുസരിച്ചേ പറ്റുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ അതിനുവേണ്ടി തയ്യാറായി, അതിനുവേണ്ടി അവൻ മുന്നിട്ടു. തന്റെ യജമാനൻ പറഞ്ഞതുപോലെ, അല്ലെ തന്റെ രാജാവ് പറഞ്ഞതുപോലെ പട കഠിനമായി നിൽക്കുന്ന സ്ഥലത്ത് ഊരിയാവ് വെട്ടുകൊണ്ട് മരിക്കത്തക്ക പോലെ അവനെ മുൻനിരയിൽ നിർത്തി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ആരും അറിയാതെ രഹസ്യത്തിൽ, അടക്കത്തിൽ, ഒതുക്കത്തിൽ ചെയ്ത പ്രവൃത്തിയാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നെങ്കിലും ദൈവമക്കളെ, ഹല്ലേലൂയ, ഇരുട്ടത്ത് ചെയ്യുന്നത്, വെളിച്ചത്താക്കുന്ന, അറയിൽ മന്ത്രിക്കുന്നത്, പുരമുകളിൽ ഘോഷിക്കുന്ന ഒരു ദൈവം എന്റെയും നിങ്ങളുടെയും മുകളിലുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ദോഷത്തെ വെറുക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഞാനും നിങ്ങളും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ഹല്ലേലൂയ മറ്റുള്ളവരോട് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ ദോഷത്തെ വെറുക്കാതെ ഈ നിലയിലുള്ളതായ ചിന്തകൾ കടന്നു വരികയും ആ ചിന്തകളെ താലോലിച്ച് ഹല്ലേലൂയ ആ ചിന്തകളുടേതായ ആ ഒരു പൂർത്തീകരണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ, ആരെയും തകർക്കുവാൻ ഒരുങ്ങുന്ന ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നു കയറിയാൽ സ്വർഗം അത് ക്ഷമിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവനാ കാര്യങ്ങളൊക്കെ ചെയ്തു, വളരെ നന്നായി അത് ക്ലിയർ ഔട്ട് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് റിപ്ലൈ കൊടുത്തു വിട്ടു. ഹല്ലേലൂയ. വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. നിന്റെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളൊക്കെ മരിച്ചുപോയി. ആ കൂട്ടത്തിൽ പറഞ്ഞു വിട്ടവനോട് പറഞ്ഞു, നിന്റെ ആളുകളൊക്കെ നശിച്ചുപോയി, അല്ലെങ്കിൽ നമ്മുടെ ആളുകളൊക്കെ നശിച്ചുപോയി എന്ന് പറയുമ്പോൾ രാജാവിന് ചിലപ്പോൾ ദേഷ്യം തോന്നും, വിഷമം തോന്നും. നിങ്ങൾ ശ്രദ്ധിച്ചെന്താ പടവെട്ടാഞ്ഞ് എന്തൊക്കെ ചോദിക്കും. അങ്ങനെ അദ്ദേഹം ദേഷ്യപ്പെടുന്ന ഒരു അവസരം വരുമ്പോൾ നീ അതിന്റെ ഒടുവിൽ പറഞ്ഞേക്കണം, നിന്റെ ഭൃത്യനായ ഊരിയാവ് എന്ത് ചെയ്തു, വെട്ടുപോയെന്ന് പറയുമ്പോൾ, വെട്ടുകൊണ്ടെന്ന് പറയുമ്പോൾ അവന്റെ സങ്കടം അങ്ങ് എന്ത് ചെയ്തോളും, മാറിക്കോളും. അത് തന്നെ ആ ഭാഗങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്കറിയാം. ഹല്ലേലൂയ. ആ നിലകളിൽ അവന്റെ അടുക്കൽ റിപ്പോർട്ട് കിട്ടി. അടുത്ത ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്, അവൻ ബത്ശേബയെ ആളയച്ചു വിളിച്ചു, അവൾ അവന് ഭാര്യയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എങ്കിലും അടുത്തു വരുന്ന അധ്യായങ്ങളിൽ സ്വർഗത്തിലെ ദൈവം ഇടപെട്ടു എന്നുള്ള കാര്യം മറന്നു പോകരുത്. അവൾക്ക് ലഭിച്ചതായ ഒരു കുഞ്ഞിനെ ദൈവം ബാധിച്ചു. അതിനുവേണ്ടി പ്രാർത്ഥിച്ചു നോക്കി, ഉപവസിച്ചു നോക്കി, ദൈവസന്നിധിയിൽ കുത്തി ഇരുന്ന് നോക്കി. എന്നിട്ടൊന്നും അതിനെ നേടാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ഹൃദയപ്രകാരമുള്ളവനെന്നൊക്കെ ദൈവത്തിന്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുള്ളതായ ദാവീദ് ഒരു കല്ലുകൊണ്ട് ആർക്കും നേരിടാൻ കഴിയാതിരുന്ന
40 ദിവസം വെല്ലുവിളിച്ചതായ ഗോലിയാത്തിനെ തറപറ്റിച്ചതായ ദാവീദ് ഇവിടെ ഇതാ അവൻ തറപറ്റുവാനിടയായി. ദൈവവൈതലേ, ദോഷം നമ്മുടെ ജീവിതത്തിൽ കയറരുത്. ദോഷം ചിന്തിക്കാനിടയായാൽ, ദോഷത്തെ വെറുക്കാതിരുന്നാൽ ദോഷം ചിന്തിക്കാനിടയായിത്തീരും. ദോഷം ചിന്തിച്ചാൽ അത് പ്രവർത്തിക്കാനായിട്ടിടയായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അരുതാത്തത് പ്രവർത്തിച്ചാൽ ദൈവത്തിൻ്റെതായ സന്നിധിയിൽ ശിക്ഷ ഉറപ്പ. ദൈവത്തിന് സ്തോത്രം. അതുമാത്രമല്ല, ദൈവത്തിന്റെ ആത്മാവ് അവനോട് പറയുമ്പോൾ പറയുന്നു, നീ ഇത് രഹസ്യത്തിൽ ചെയ്തു, എന്നാൽ ഞാൻ പരസ്യമായി നിന്നെ ന്യായം വിധിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രസംഗിക്കുന്ന എന്റെ ജീവിതത്തിലാണെങ്കിലും, ദൈവവചനം കേൾക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിലാണെങ്കിലും, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന പരമാർത്ഥതയോട് പറയുന്ന നമ്മുടെ ജീവിതത്തിൽ ദോഷം വെറുക്കുവാൻ നമുക്ക് കഴിയാതെ പോയാൽ, ദോഷം ചിന്തിക്കുന്ന അനുഭവങ്ങളോ അത് പ്രവർത്തിക്കുന്ന അനുഭവങ്ങളോ ഉണ്ടായാൽ അവൻ ശിക്ഷിക്കാതെ വിടുകയില്ല. ദൈവത്തിന് വലിപ്പച്ചെറുപ്പമില്ല, ദൈവത്തിന് മുഖപക്ഷമില്ല. അവനെ ഭയപ്പെടുന്നവനെ അവൻ അംഗീകരിക്കുന്നു എങ്കിൽ അവനെതിരായി പ്രവർത്തിക്കുന്നവന്, ദുഷ്ടത പ്രവർത്തിക്കുന്നവന്, അഹങ്കാരം പ്രവർത്തിക്കുന്നവന്, ബാക്കി പറ, അവൻ ധാരാളം പകരം കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. അഹങ്കാരം പ്രവർത്തിച്ചതായ ദാവീദിന് ഒരു പകരമല്ല കൊടുത്തത്. ആ കുഞ്ഞ് നഷ്ടമായത് മാത്രമല്ല, ദൈവം പറഞ്ഞു രഹസ്യത്തിൽ ചെയ്ത ഈ കാര്യം അല്ല പരസ്യത്തിൽ ദൈവം പലതും ചെയ്യും. ഇതൊരു പൊതുവേദിയായതിനാൽ എനിക്കത് പരസ്യമായി പറയുന്ന ലജ്ജയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവനെ ന്യായം വിധിക്കാനിടയായി. ദൈവമക്കളെ, ദോഷം ചെയ്യാതെ നമ്മുടെ നാവിനെ ഹല്ലേലൂയ ഹല്ലേലൂയ വ്യാജം പറയാതെ നമ്മുടെ അധരത്തെ നമുക്ക് കാത്തുകൊള്ളാം. ദൈവത്തിന്റെ വചനത്തിൽ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, ശകാരത്തിനു പകരം ശകാരവും ദോഷത്തിനു പകരം ദോഷവും ചെയ്യാതെ. ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് ഒരുപക്ഷെ എന്നോട് ചെയ്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എന്നെ ഹല്ലേലൂയ കളിയാക്കിയത് കൊണ്ട്, അല്ലെങ്കിൽ എന്നെ അപമാനിച്ചത് കൊണ്ട് ഞാൻ അങ്ങനെ അപമാനിച്ചെന്ന് പറയാൻ നമുക്ക് വ്യവസ്ഥയില്ല. ദൈവവൈതലേ, നീ ഒരു ദൈവവൈതലായി അതിന്റെ തനിമയും നിൽക്കണമെങ്കിൽ ചിലത് സഹിച്ചേ പറ്റുകയുള്ളൂ. ചിലയിടത്ത് ഭോഷനെ പോലെ ആയിരിക്കണം. യെശയ്യാ പ്രവാചകൻ പറയുന്ന പോലെ, എന്റെ ദാസനെ പോലെ ചെകിടനാരുള്ളൂ, എന്റെ ദാസനെ പോലെ ഊമനാരുള്ളൂ. ചില അവസരങ്ങളിൽ ഊമനായിട്ടോ ചെകിടനായിട്ടോ അല്ലെ കുരുടനായിട്ടോ ഒക്കെ നിൽക്കേണ്ട അവസരങ്ങൾ കടന്നു വരും. ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മെ ചൊടിപ്പിക്കുന്ന നിലകളിൽ പലതും ചോദിക്കുമ്പോഴും അവിടൊക്കെ എനിക്ക് പ്രതിവാദമില്ല, എനിക്കൊന്നും പകരം പറയാനില്ല, ന്യായമായി വിധിക്കുന്നവെങ്കിൽ ഞാൻ കാര്യം ഭരമേൽപ്പിക്കുക, അത്രേ ചെയ്യുന്നതെന്ന് പറഞ്ഞ് മൗനമായിരുന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 1-2 ചിന്തകളുടെ വേഗത്തിൽ പറഞ്ഞ് 2-3 മിനിറ്റിനുള്ളിൽ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. ഇതാ സിംഹത്തിന്റെ കൂട്ടിലേക്ക് എറിയപ്പെട്ട ദാനിയേൽ. രാജാവ് അവനെ വിളിച്ചു, ജീവനുള്ള ദൈവത്തിന്റെ ദാസനായ ദാനിയേലേ, നീ ജീവനോടെ ഇരിക്കുന്നു. അവൻ പറഞ്ഞ മറുപടിക്കകത്തെ ഒരു വാചകം ഇതാണ്, രാജാവേ, തിരുമുമ്പിൽ ഞാൻ കുറ്റമില്ലാത്തവനാ. അവന്റെ സന്നിധിയിൽ ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല, ഒരു ദോഷവും ചെയ്തിട്ടില്ല. എനിക്ക് നന്നായിട്ടറിയാം, എൻ്റെ ദൈവത്തിനും അറിയാം. എനിക്കറിഞ്ഞാൽ മാത്രം പോരാ രാജാവേ, നിനക്കറിഞ്ഞാൽ മാത്രം പോരാ, തമ്പുരാൻ അറിഞ്ഞതുകൊണ്ടാണ് വിവരമില്ലാത്ത സിംഹത്തെ ദൈവം ഹല്ലേലൂയ എനിക്ക് വേണ്ടി അനുകൂലമാക്കിയത്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സിംഹത്തിനൊരു മാനസാന്തരം വന്നെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. സിംഹത്തിന് ഒരു മാനസാന്തരം അത് നിലനിൽക്കുന്നത് ആയിരുന്നില്ല. ചില നിമിഷങ്ങളിലേക്ക്, ദാനിയേൽ ഗുഹയിലായിരുന്ന നിമിഷങ്ങളിൽ അതിനൊരു പക്ഷേ ഒരു മാനസാന്തരം, ഒരു വ്യത്യാസം വന്നു കാണും. ആരെ കണ്ടാലും കടിച്ചു കീറുന്ന ഗുഹയുടെ അടിയിൽ എത്തുന്നതിന് മുമ്പ് അതിനുശേഷം വന്നവരെ തകർത്തു കളഞ്ഞ സിംഹം, അതിന് മാറ്റമില്ല. പക്ഷേ ആ സിംഹം ദാനിയേലിനോട് അരുതാത്തതൊന്നും ചെയ്തില്ലെങ്കിൽ അതിന്റെ കാര്യം ഓർത്തുകൊള്ളണം, അവന്റെ കയ്യിൽ ദ്രോഹമില്ല, അവന്റെ ജീവിതത്തിൽ ദോഷമില്ല. അത് ദൈവത്തിനറിയാം. അങ്ങനെയെങ്കിൽ സകല സൃഷ്ടിയുടെ ഉടമസ്ഥനായ ദൈവം ഹല്ലേലൂയ സിംഹത്തോട് പറഞ്ഞു, എന്റെ ദാസനാണ് അടുത്ത മണിക്കൂറുകളിൽ ഹല്ലേലൂയ ഈ കൂട്ടിലേക്ക് വരുന്നത്. ഒരുപക്ഷെ തടയപ്പെടാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. കല്ലറയെ ഭേദിക്കാൻ കഴിവുള്ളവൻ, ഈ ലോകത്തെ മുഴുവനും ചമച്ചവൻ ചരിച്ചവൻ, അതിന്റെ നിയന്ത്രണത്തിൽ നിർത്തുന്നവന് ഈ സിംഹത്തിന്റെ കൂട്ടിൽ എറിയപ്പെടാതിരിക്കാൻ ദാനിയേലിനെ സൂക്ഷിപ്പാൻ കഴിവുണ്ട്. പക്ഷേ ആ സിംഹങ്ങളുടെ കൂട്ടിൽ അവൻ എറിയപ്പെടണമെന്നുള്ളത് ദൈവത്തിന്റെ നീതിയായതിനാൽ ദൈവം സിംഹത്തോട് കൽപ്പിച്ചു. അത് ദാനിയേൽ പറയുന്നല്ലോ, എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായ അടച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ദൈവസന്നിധിയിൽ
ദൈവസന്നിധി ദോഷത്തെ വെറുത്ത് നീ നിലനിന്നാൽ പ്രതികൂലങ്ങൾ വരും, ഭാരങ്ങൾ വരും. ഒരുപക്ഷെ നിന്റെ കൂടെ നിന്നവരൊക്കെ നിനക്കെതിരായി മാറിയെന്നിരിക്കുക, നിനക്കെതിരെ രേഖ എഴുതിയെന്നിരിക്കുക, നിനക്കെതിരെ ആളുകൾ നീങ്ങിയെന്നിരിക്കുക. ചിലതൊക്കെ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കുക. ചില കഷ്ടതയിലേക്ക് നിന്നെ വലിച്ചെറിഞ്ഞെന്നിരിക്കുക, ചില വേദനയിലേക്ക് നിന്നെ വലിച്ചെറിഞ്ഞെന്നിരിക്കുക. നല്ല ഒരു പൊസിഷനിൽ നിന്ന് രാജ്യത്തെ ഒന്നാമനാകേണ്ടവനെ ഇതാ സിംഹത്തിന്റെ കൂട്ടിലേക്ക് എറിഞ്ഞു. പക്ഷേ അവിടെയും സ്വർഗത്തിലെ ദൈവം ദോഷം ചെയ്യാതെ നിന്നവനെ കൈവിട്ടില്ല. അവന് വേണ്ടി സ്വർഗത്തിലെ ദൈവം പ്രവർത്തിച്ചു. അങ്ങനെയെങ്കിൽ അവന് പറയാൻ കഴിയും, കർത്താവ് രാജാവേ, ഞാനൊരു ദോഷവും ചെയ്തിട്ടില്ല, അത് എനിക്കും നിനക്കും അറിയാം, അതിനേക്കാൾ ഉപരി എന്റെ ദൈവത്തിനറിയാം. ഹല്ലേലൂയ. ചിലപ്പോൾ ഈ ലോകം നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ കാണുമ്പോൾ, നമ്മെ കടന്നു പിടിക്കുന്ന, നമ്മെ പറ്റിപ്പിടിക്കുന്ന ചില പ്രതിസന്ധികളെ കാണുമ്പോൾ ലോകം പറയും നമ്മൾ മഹാമോശമാണ്. പണ്ടൊരിക്കൽ മെലിത്ത ദ്വീപിൽ വെച്ച് പൗലോസിനെ കുറിച്ച് പറഞ്ഞു, ഇവൻ ആള് ക്ലിയർ അല്ല, ഇവൻ കൊലപാതകനാ. അതുകൊണ്ട് ആ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ എന്ത് ചെയ്യുന്നില്ല, വിടുവാൻ, ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. പക്ഷേ ദൈവദിനത്തിൽ നമ്മൾ ഇവിടെ വായിക്കുന്ന എങ്ങനെയാണ്, അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. ദൈവത്തിന് സ്തോത്രം. എന്താ ദോഷം പറ്റാഞ്ഞതോ? അവര് കാത്തിരുന്നല്ലോ, ഹല്ലേലൂയ, പെട്ടെന്ന് വീർക്കുമെന്നോ, ഹല്ലേലൂയ, ചത്തു വീഴുമെന്നോ എന്ന് കാണാൻ. അനന്തര റിസൾട്ട് ഇത് രണ്ടല്ലാതെ മൂന്നാമതൊന്ന് ഈ മെലിത്ത നിവാസികൾ ഇതുവരെ കണ്ടിട്ടില്ല. ഈ അണലി കടിച്ച ആരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു ദാരുണമായ അവസ്ഥയെ അവർ കണ്ടിട്ടുള്ളത്. എന്നാൽ അതിന്റെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് അണലിയെ നശിപ്പിച്ച് ദൈവത്തിന്റെ നീതി അവിടെ വെളിപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. നീതിമാനായ ദൈവം, അവര് നീതിദേവിയുടെ കാര്യം പറഞ്ഞെങ്കിലും നീതിമാനായ ദൈവം അവിടെ ഇറങ്ങി വരാനിടയായി. ഇന്ന് പകൽ ദൈവ പൈതലേ, മെലിത്തെ പോലൊരു പക്ഷേ നീ ഒറ്റപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടെന്നിരിക്കുക, നീ ആയിരിക്കുന്ന ഭവനത്തിൽ, നീ ആയിരിക്കുന്ന ജോലി സ്ഥാനങ്ങളിൽ ഒറ്റപ്പെട്ട് നിൽക്കേണ്ട സാഹചര്യങ്ങൾ വന്നാലും വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി നിവരെ നിൽക്കുന്നവന്റെ കൂടെ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. ദോഷം കാണാൻ ആരൊക്കെ ആഗ്രഹിച്ചാലും അതിന്റെ നടുവിൽ ഹല്ലേലൂയ ജീവിതത്തിൽ വിശുദ്ധിയോടെ നിന്നാൽ, ഹല്ലേലൂയ വേർപാടോടുകൂടെ നിന്നാൽ, ദോഷം ചെയ്യാതെ, അകൃത്യം ചെയ്യാതെ ഞാൻ എന്നെ തന്നെ കാത്തു എന്ന് പറയാൻ പരമാർത്ഥതയുണ്ടെങ്കിൽ ദോഷമൊന്നും ഭവിക്കയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കാം. ജീവിതത്തിൽ ചില തിന്മകൾ വരുമ്പോൾ, ചില പ്രയാസങ്ങൾ വരുമ്പോൾ, ചില കഷ്ടതകൾ വരുമ്പോൾ മറ്റുള്ളവർ പറയും അത് ദോഷത്തിന്, മറ്റുള്ളവർ പറയും നമ്മുടെ തകർച്ചയ്ക്ക്. എന്നാൽ ഇന്ന് പകൽക്കാലം പ്രത്യാശയോടെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമുക്ക് ദൈവത്തിന് സ്തോത്രമർപ്പിച്ച് അല്ലെങ്കിൽ ഒരു പാട്ടിന്റെ ചില വരികൾ നമുക്ക് ചേർന്ന് പാടാം. ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുകയില്ല, ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു, എന്നെ അവൻ അടിച്ചാലും അവൻ എന്നെ സ്നേഹിക്കുന്നു. ദുഃഖത്തിന്റെ പാനപാത്രം കയ്യിൽ തന്ന, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്ന, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ, സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സ്വർഗസ്വനായ പ്രിയ കർത്താവേ, മനോഹരമായ ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ ആരാധനയുടെ ഈ സമയത്തും കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചു. ഇന്ന് പകൽക്കാലം അവിടെ ഞങ്ങളോട് സംസാരിച്ച അവിടുത്തെ വചനത്തിനായി സ്തോത്രം. യഹോവയെ സ്നേഹിക്കുന്നവരെ ദോഷത്തെ വെറുക്കുവീൻ എന്നുള്ള ദൈവവചനത്തിൽ നിന്ന് അവിടെ ഞങ്ങൾ ഇടപെട്ടല്ലോ കർത്താവേ. ദോഷം ചിന്തിക്കാതെ, ദോഷം പ്രവർത്തിക്കാതെ ഞങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ആ ദാനിയേലിനെ പോലെ,
ആ പൗലോസിനെ പോലെ ജീവിതത്തിൽ ഞങ്ങളെ എവിടെയാക്കുന്നുവോ അവിടെ നിലനിൽപ്പാൻ, എവിടെ ഞങ്ങളെ അയക്കുന്നു അവിടെ നിലനിൽപ്പാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. കൂട്ടിനായിട്ട് ആരും കൂടെയില്ലെന്നാലും അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. ഞങ്ങളെ കൈവിടാത്തവൻ, ഞങ്ങളെ മറക്കാത്തവൻ, ഞങ്ങളെ മാറിക്കടന്നു പോകാത്ത ഒരു നല്ല കർത്താവ് ഞങ്ങളുടെ കൂടെ ഉള്ളത് കൊണ്ട് സ്തോത്രം. ഇന്ന് പകൽക്കാലം അത് ഉറപ്പ് വരുത്തുവാൻ എല്ലാ ദൈവജനത്തിനും അവിടുന്ന് സഹായിക്കണമേ. ജീവിതയാത്രയിൽ ആരും കർത്താവെ കൂടെ വരാൻ ഇല്ലെങ്കിലും ഞാനും ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ടെന്ന് അരുളിച്ചേര കർത്താവേ, ഓരോ നിമിഷവും ഓരോ ദിനവും അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ, അവിടുത്തെ കൃപ ഞങ്ങൾക്ക് അനുഭവിപ്പാൻ അവിടുന്ന് ഇടവരുത്തുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലത്തെ വചനത്തിന് മുമ്പിൽ അവിടുത്തെ ആത്മാവ് ആശ്വസിപ്പിച്ച, ധൈര്യപ്പെടുത്തിയ, ഹല്ലേലൂയ സംസാരിച്ച ഓരോ ഹൃദയങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഉൾപ്പൂകളെ ആരായുന്ന ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കും. എല്ലാ മഹത്വവും എല്ലാ മാനവും അവിടുത്തേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടല്ലോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. കരവും ശബ്ദമുയർത്തി ദൈവത്തെ ശക്തിയോടെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.